ജയ് ശ്രീരാം, ജയ് ഹനുമാൻജി. ഹിന്ദുധർമ്മം ഇഷ്ടപ്പെടുന്നവർക്കും അനുഷ്ഠിക്കുന്നവർക്കും മാത്രമായിട്ടുള്ളതാണ് ഈ വീഡിയോ. അതും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, വിവാഹം, ജോലി, അസുഖം, കോർട്ട് കേസുകൾ, ഇങ്ങനെയുള്ള ദുരിതങ്ങൾ കൊണ്ട് സങ്കടപ്പെടുന്ന, ദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ. എൻ്റെ വ്യൂവേഴ്സ് കുറേ റെമഡീസൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ളതും ഒരു 200% നിങ്ങൾക്ക് അതിൻ്റെ ഫലം കിട്ടുന്നതുമായ ഒരു സിമ്പിൾ റെമഡിയാണ് ഇത്. അതും ഒരു 10 രൂപ മാത്രം ചിലവ് മാത്രമേ ഉള്ളൂ. നിഷ്ഠയോടുകൂടി ചെയ്യുക, അതിൻ്റെ റിസൾട്ട് തീർച്ചയാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻഡ് വരെ കാണണം. പിന്നെ കമൻ്റ് ഇടാൻ മറക്കണ്ടേ. ജയ് ശ്രീരാം, ജയ് ഹനുമാൻജി എന്നൊരു കമൻറ്റും നിങ്ങളിടണം. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, അത് പോയി കാണുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ കമൻ്റ് ഇടണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ശനിയുടെ ദോഷം എല്ലാവരും നമ്മൾ ഭയക്കുന്നതാണ് അല്ലേ? അങ്ങനെ ഒരു ഗ്രഹമായിട്ടാണ് നമ്മൾ ശനിയെ കാണുന്നത്. ശനി വരുമ്പോഴത്തേക്കും, കഷ്ടകാലം വരുമ്പോഴത്തേക്കും കഠിനമായ പരീക്ഷണങ്ങളും ധനനഷ്ടവും മാനസിക സംഘർഷവും കൊടുക്കുന്നു. ശനിദോഷം നമ്മളിൽ എല്ലാവർക്കും നമ്മുടെ ലൈഫിൽ ഒരു തവണയെങ്കിലും നമ്മളെ ബാധിക്കുന്നു. എന്നാൽ ശനിദേവനെ സന്തോഷിപ്പിക്കുവാൻ ചില ലളിതവും വിശ്വസനീയവുമായ പ്രത്യക്ഷ കർമ്മങ്ങളുണ്ട്. ഇതിൽ നിന്ന് നമ്മളിന്ന് സംസാരിക്കുന്നത് അതിലൊന്നായ പവർഫുള്ളായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു റെമഡി ആണ്. ഇതിൽ ആവശ്യമായത് ഒരു ആലിലയാണ്. അതും നമ്മൾ താഴെ വീണ് കിടക്കുന്ന ആലിലയായിരിക്കണം എടുക്കേണ്ടത്. നമുക്ക് കേടുപാടുകളൊന്നും വരാൻ പാടില്ല. നല്ല ക്ലീനായിട്ടുള്ള ഒരു ആലിലയാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. അപ്പോൾ ആൽമരം ഇല്ലാത്ത പ്രദേശമില്ലായിരിക്കുമല്ലോ, അമ്പലങ്ങളിലൊക്കെ അവിടെ എല്ലാം ആൽമരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആലിൻ്റെ ഇല എടുക്കുക. പിന്നെ വേണ്ടത് ഇതുപോലുള്ള ഒരു വൈറ്റ് കളറിലെ ഒരു സ്വീറ്റ് നിങ്ങൾക്ക് വേണം. അപ്പോൾ ഈ 2 കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് സംഘടിപ്പിക്കാനുള്ളത്. പിന്നെ വേണ്ടത് ഒരു പേന, ഒരു മണ്ണിൻ്റെ ചിരാവും കുറച്ച് കടുകെണ്ണയും വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പുറകിലുള്ള ലോജിക്ക് എന്തുവാണെന്ന് വെച്ചാൽ, ആൽമരത്തിലാണല്ലോ എല്ലാ ദേവീദേവന്മാരും വസിക്കുന്നത്. സാറ്റർഡേ, ശനിയാഴ്ച ശനിദേവൻ ആൽമരത്തിൻ്റെ അടുത്ത് തന്നെ വസിക്കുന്നു. അപ്പോൾ ആലില എന്ന് പറയുന്നത് നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം കളഞ്ഞ് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുന്നതിനാണ് ആലില നമ്മൾ വയ്ക്കുന്നത്. അതുപോലെ തന്നെ ഹനുമാൻ ചാലീസ നമുക്ക് ചൊല്ലേണ്ടതുണ്ട്. ഹനുമാൻ ചാലീസ ശനി ദോഷം കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ എല്ലാ ദുഃഖങ്ങളും അകറ്റുന്നതാണ് ഹനുമാൻ ചാലീസ. പിന്നെ കടുകെണ്ണ എന്ന് പറയുന്നത് ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടി, വൈകുന്നേരങ്ങളിൽ ശനിദേവനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ കടുകെണ്ണ കൊണ്ടുള്ള ദീപം കൊടുക്കുന്നത്. വൈറ്റ് സ്വീറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ കഠിനമായ ദുഃഖങ്ങളെയെല്ലാം മാറ്റി നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരുന്നതിനും മാധുര്യം കൊണ്ടുവരുന്നതിനും വേണ്ടിയാണ് നമ്മളിത് വൈറ്റ് സ്വീറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മൾ വെള്ളിയാഴ്ച, ഇന്ന് വ്യാഴാഴ്ചയാണല്ലോ, നാളെ എല്ലാവരും ചെയ്യുക, ഞാനും ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച നിങ്ങൾ ഇത് ആലില എടുത്തതിന് ശേഷം ആലിലയുടെ അകത്ത് വേണം എഴുതാൻ. അകത്ത് ഒരു ബ്ലൂ കളറിലെ ഇങ്കുള്ള പേന കൊണ്ട് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ നിങ്ങൾക്ക് പൈസ എത്ര വേണം അതെഴുതാം. നിങ്ങൾക്ക് ധനം വേണമെങ്കിൽ ധനം, നിങ്ങൾക്ക് ജോലി, പിന്നെ മാരേജ്, പിന്നെ കോർട്ട് കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോകുന്നതിന്, അപ്പോൾ നല്ല നല്ല ജോലികൾ, പ്രൊമോഷൻ, അത് എന്ത് വേണേലും നിങ്ങളുടെ വിഷ് ഇതിൽ എഴുതി വയ്ക്കുക. അത് പുറത്തല്ല, അകത്ത് തന്നെ എഴുതണം. എഴുതിയതിന് ശേഷം പൂജാ റൂം ഉണ്ടെങ്കിൽ പൂജാ റൂം, അല്ലെങ്കിൽ നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന ഒരു സ്ഥലം കാണുമല്ലോ, അവിടെ ഇരുന്ന് ഈ ആലില നിങ്ങളുടെ നെറ്റിയിൽ ഒന്ന് സ്പർശിച്ചതിന് ശേഷം നിങ്ങളുടെ 2 കൈവെള്ളകളിലും വെച്ച് അത് ഇങ്ങനെ കൈകൂപ്പി ഹനുമാൻ ചാലീസ 3 തവണ നിങ്ങൾക്ക് ചൊല്ലണം. നിങ്ങൾക്ക് ചൊല്ലാൻ അറിയത്തില്ലെങ്കിൽ ബുക്ക് നോക്കി എങ്ങനെയാണെങ്കിലും നിങ്ങൾ ചൊല്ലുക. റെക്കോർഡിട്ടാണെങ്കിൽ എങ്ങനെയും ചൊല്ലുക. 3 പ്രാവശ്യം ഹനുമാൻ ചാലീസ ചൊല്ലിയതിന് ശേഷം, അപ്പം വെള്ളിയാഴ്ച ചെയ്യുന്നത്, അപ്പോൾ വെള്ളിയാഴ്ച വൈകിട്ട് ആ ഇല നിങ്ങൾ കിടക്കുന്ന നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വെച്ചിട്ട് വേണം ഇത് നിങ്ങൾക്ക് കിടക്കുവാൻ. എന്നും വെള്ളിയാഴ്ച വൈകിട്ട്.
പിന്നെ ഒരു കാര്യം, ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ 2 ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ ഈ റെമഡി ചെയ്യുന്നത്. അപ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും നോൺ വെജ് ഒട്ടും പാടുള്ളതല്ല. അതുപോലെ തന്നെ ബ്രഹ്മചര്യം ഓൾറെഡി നിങ്ങൾക്ക് ചെയ്തേ പറ്റൂ. എന്നാന്ന് വെച്ചാൽ ഹനുമാൻജി ബ്രഹ്മചാരിയല്ലേ, അപ്പോൾ നിങ്ങൾക്കും ബ്രഹ്മചര്യം ചെയ്തേ പറ്റൂ ഈ 2 ദിവസങ്ങളിൽ. ഓക്കെ, അപ്പോൾ സ്ത്രീകൾക്ക് 8 ആഴ്ചയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ 8 ആഴ്ച ചെയ്തതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ ഫലം കണ്ടിരിക്കും. പക്ഷേ അത് നിങ്ങൾക്ക് 8 ആഴ്ച നിങ്ങൾക്കത് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ സ്ത്രീകൾക്ക് അത് ചെയ്യാൻ വയ്യാത്ത അവസരങ്ങൾ വരുമല്ലോ. വീട്ടിൽ വേറെ ആരെ കൊണ്ടെങ്കിൽ മക്കളെ കൊണ്ടോ ഹസ്ബൻഡിനെ കൊണ്ടോ അവരെ കൊണ്ടോ നിങ്ങളിത് തീർച്ചയായും ചെയ്യണം. ഒരു പ്രാവശ്യം ഒരാഴ്ച ഇത് ഡിസ്കണ്ടിന്യൂ ആവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആദ്യം തൊട്ട് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശനിയാഴ്ച രാവിലെ തന്നെ നേരത്തെ എണീറ്റ് കുളി കഴിഞ്ഞതിന് ശേഷം ഈ ഇലയെടുത്ത് നിങ്ങൾക്ക് ആ സ്വീറ്റിൻ്റെ കാര്യം പറഞ്ഞല്ലോ, വൈറ്റ് കളറിലെ സ്വീറ്റ് നിങ്ങൾ എഴുതിയതിൻ്റെ മേളിൽ വെക്കണം. ഓക്കെ, എഴുതിയത് അകത്തെ വശത്തല്ലേ, അപ്പോൾ അവിടെ തന്നെ ഈ സ്വീറ്റ് വെച്ച് കഴിഞ്ഞതിന് ശേഷം ആലിൻ്റെ ചുവട്ടിൽ കൊണ്ട് ഇത് വെക്കണം. അപ്പോൾ അവിടെ എന്തുവാ സംഭവിക്കുന്നതെന്നറിയാം. അപ്പോൾ ആല് നിങ്ങളുടെ വീടിനടുത്ത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ ചുവട്ടിലാണെങ്കിലും വയ്ക്കാം. ഇതിൻ്റെ പിറകിലും ഒരു ലോജിക്കുണ്ട്. ഇത് തിന്നുവാൻ വരുന്നത് ഉറുമ്പാണ്. ഇത് ശനിദേവൻ്റെ പ്രത്യക്ഷ രൂപമാണ്. ശനിദേവൻ ഉറുമ്പിനെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഉറുമ്പ് നിങ്ങൾ എഴുതിയ കാര്യങ്ങളുടെ പുറത്ത് കറങ്ങി ഇങ്ങനെ നടക്കുകയും അങ്ങനെ ആ സ്വീറ്റൊക്കെ കഴിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മനോകാമന സഫലമാകുമെന്നാണ് നമ്മുടെ വിശ്വാസം. പക്ക വിശ്വാസം വേണം കേട്ടോ. വിശ്വാസമില്ലാത്തൊരു പ്ലീസ് നോ നീഡ് ടു ഡു. ഓക്കെ, വിശ്വസിച്ച് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം പോലും നിങ്ങളുടെ ആവശ്യം തീർക്കുന്നതിന് വേണ്ടി പ്രപഞ്ചം പോലും അതിനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കൊണ്ടുവരും. ഓക്കെ, ഒരു സാഹചര്യം ഉണ്ടാക്കും. അതുകൊണ്ട് നിങ്ങളുടെ നെഗറ്റീവ് എനർജി എല്ലാം കളയണം. വിശ്വസിച്ച് കഴിഞ്ഞാലേ ഉള്ളൂ പ്രപഞ്ചം കൂടി നിങ്ങളെ സഹായിക്കത്തുള്ളൂ. ഓക്കെ, ഒരു നിമിത്തമായി ആരെങ്കിലും വരും. ഇലയും സ്വീറ്റും വെച്ചതിന് ശേഷം ഈ മന്ത്രം നിങ്ങൾ പറയുക. ഓം ശം ശനീശ്വരായ നമഃ മമ മനോരഥ സിദ്ധയേ സ്വാഹ. ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ കൈകൂപ്പി നിന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ശനിദേവനോട് എൻ്റെ ദുഃഖങ്ങളെല്ലാം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കുക. ഒരു പ്രാവശ്യം ഈ മന്ത്രം അവിടെ നിന്ന് നിങ്ങൾ ചൊല്ലുക. ഇനിയും വൈകിട്ട് എന്നിട്ട് തിരിച്ചു പോരുക. ഓക്കെ, വൈകിട്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടത്, വൈകിട്ട് നിങ്ങൾ ചിരാകിൽ എണ്ണയെടുത്ത് കടുകെണ്ണയെടുത്ത് അവിടെ ആലിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കടുകെണ്ണയുടെ ദീപം തെളിക്കുക. അപ്പോൾ ഈ മന്ത്രം പറയുക, ഓം ശനീശ്വരായ നമഃ. ഈ മന്ത്രം നിങ്ങൾക്ക് 108 പ്രാവശ്യം ചൊല്ലാൻ പറ്റുമെങ്കിൽ വീട്ടിൽ വന്നോ അല്ലെങ്കിൽ ആലിൻ്റെ അവിടെ ഇരുന്ന് ചൊല്ലാമെങ്കിൽ 108 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. ശേഷം അവിടെ നിന്ന് ശനിദേവനോട് പ്രാർത്ഥിക്കുക. എൻ്റെ എല്ലാ ദുഃഖങ്ങളും മാറ്റി നിങ്ങളുടെ എന്തോ ആവശ്യമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് നിറവേറ്റി തരണമെന്ന് നിങ്ങളുടെ മനസ്സുരുകി ശനിദേവനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ കാര്യം നടന്നിരിക്കും. 8 ആഴ്ച നിങ്ങൾ ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നെഗറ്റീവ് കമൻ്റ് ഇടാൻ വരുന്നവർ ഞാൻ ഓൾറെഡി പറഞ്ഞ് ഞങ്ങളുടെ ഹിന്ദുത്വം ഹിന്ദു ധർമ്മം ഇഷ്ടപ്പെടാത്തവർ ഒരിക്കലും വീഡിയോ കാണരുത് എന്ന് അങ്ങനെ നെഗറ്റീവ് കമൻ്റ് ഇട്ടാലും ഐ വോണ്ട് മൈൻഡ് ഇറ്റ്. ഓക്കെ, അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ജയ് ശ്രീറാം, ജയ് ഹനുമാൻജി. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കണ്ട. അപ്പോൾ എല്ലാവരും ഈ റെമഡി ചെയ്ത് എല്ലാവരുടെ ദുഃഖങ്ങളെല്ലാം മാറ്റണേ. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരും സുഖമായിട്ടിരിക്കുക. അപ്പോൾ വേറൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്താൽ സുഖമായിട്ടിരിക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ്.